നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് 31 ജൂലൈ എന്നുള്ളത് സെപ്റ്റംബർ 15, 2025 മാറ്റിയിട്ടുണ്ട്. ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ്, അതായത് സാലറി, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബിസിനസ് ഇൻകം ഉള്ള ആൾക്കാർ, ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ലാത്ത എല്ലാ ടൈപ്പ് ഓഫ് കാറ്റഗറി ആൾക്കാർക്കും ഇത് ബാധകമാണ്. അപ്പോൾ 31 ജൂലൈ ആയിരുന്നു സാധാരണ നമ്മൾ എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ്. അത് ഈ പ്രാവശ്യം നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ സെപ്റ്റംബർ 15 എന്ന് പറയുന്ന ഒരു ഡേറ്റിലേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാ വർഷവും സംഭവിക്കുന്നത് ഇപ്പോൾ 31 ജൂലൈ ഒക്കെ അടുത്ത് വരുന്ന സമയത്ത് പോർട്ടലിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഒരുപാട് പേര് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന സമയത്തൊക്കെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വളരെ നേരത്തെ തന്നെ ഈ ഡേറ്റ് സെപ്റ്റംബർ 15 എന്നുള്ള ഒരു ഡേറ്റിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൽ മേജറായിട്ടുള്ള അപ്ഗ്രഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ നമുക്കറിയാം നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടൽ V1 എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ടായിരുന്നു. പിന്നെ അത് മാറ്റി V2 പോർട്ടലിലേക്ക് മാറി. ഇപ്പോൾ അതൊരു V3 പോർട്ടലിലേക്കുള്ള ഒരു ചേഞ്ച് ശരിക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒക്ടോബറിൽ തന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ITR ഫോംസ്, അതായത് ITR 1 തൊട്ട് ITR 7 വരെയുള്ള ഫോംസ് ഇൻകം ടാക്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇൻകം ടാക്സ് ഫയലിംഗ് യൂട്ടിലിറ്റീസ് ഇതുവരെയും നോട്ടിഫൈ ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം മെയ് മാസമായി. അപ്പോൾ മെയ് 31 വരെ നമ്മളിൽ നിന്നും TDS പിടിച്ചിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ബാങ്ക്, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയർ, ഇതുപോലുള്ള ആൾക്കാർക്ക് നമ്മുടെ TDS റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ടൈമുണ്ട്. മെയ് 31 ശേഷം മാത്രമേ നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിലെ നമ്മുടെ TDSൻ്റെ ഡേറ്റ കറക്റ്റായിട്ട് ഈ ജൂൺ ഒരു ആദ്യ ആഴ്ച അല്ലെങ്കിൽ ജൂൺ 2ാമത്തെ ആഴ്ചയോടുകൂടി മാത്രമേ നമ്മുടെ TDSൻ്റെ കറക്റ്റ് ഡേറ്റ നമ്മുടെ 26 AS എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അപ്ഡേറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ TDSൻ്റെ ഡേറ്റയും അതുപോലെ തന്നെ AISൽ വരുന്ന എല്ലാ ഡേറ്റാസും, അതായത് ബാങ്ക് അക്കൗണ്ടുകൾ, ബാങ്ക് ഇൻട്രസ്റ്റ് ഡീറ്റെയിൽസ്, ഷെയറിൻ്റെ ട്രാൻസാക്ഷൻസ്, ഡിവിഡൻഡ്, പിന്നെ അതുപോലെ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസാക്ഷൻസ്, ക്യാഷ് ഡെപ്പോസിറ്റ്, GSTയിൽ നിന്നുള്ള ഡേറ്റ, ഇതെല്ലാം നമ്മുടെ ഈ V2 പോർട്ടലിൽ AIS എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻകം ടാക്സ് ഈ പറയുന്ന പുതിയ അപ്ഡേഷനിലൂടെ ഇനി അത് കൂടുതൽ ഒരു AI ഡ്രിവൺ ആയിട്ടുള്ള, അതായത് ഇൻകം ടാക്സ് പലയിടത്തു നിന്നും കളക്ട് ചെയ്യുന്ന ഡേറ്റ നമ്മളുടെ ഇൻകവുമായിട്ട് മാച്ച് ചെയ്ത് നോക്കി. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഇൻകം മിസ്മാച്ച് എന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഫയൽ ചെയ്യുന്ന സമയം തന്നെ ഈ പറഞ്ഞ ഇൻകം ടാക്സ് പല സ്ഥലത്തു നിന്നും നിങ്ങളുടെ കളക്ട് ചെയ്യുന്ന ഡേറ്റ നിങ്ങൾ ഫയൽ ചെയ്യുന്ന ഡേറ്റയുമായിട്ട് മാച്ച് ചെയ്തിട്ട് AI ഡ്രിവൺ ആയിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്ത് അതിലെന്തെങ്കിലും മിസ്മാച്ചുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ സിസ്റ്റം ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഇത്രയും ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ തരാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന സിസ്റ്റത്തിൽ കൂടുതൽ ഇൻഫർമേഷൻസ്, ലൈക്ക് നമുക്കിപ്പോൾ CRS, FATCA പോലുള്ള ഇൻ്റർനാഷണൽ ഫ്രെയിംവർക്കുകളുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയും ഒരു മെമ്പറാണ്. അപ്പോൾ ആ ഫ്രെയിംവർക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഫോറിൻ കൺട്രിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഫോറിൻ കൺട്രിയിലുള്ള നമ്മുടെ അസറ്റ്സ്, ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ആ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഡേറ്റയും ചിലപ്പോൾ പുതിയ വരുന്ന പോർട്ടലിൽ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഉള്ള എല്ലാ ഡേറ്റാസും ഇപ്പോൾ പല രീതിയിൽ നിന്നും കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ വരുന്ന പോർട്ടലിൽ GST പോർട്ടലുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ പോർട്ടലുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, PF ESI പോലുള്ള പോർട്ടലുമായിട്ടുള്ള ഇൻ്റഗ്രേഷൻ, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് പലരും പല സോഴ്സസിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും, നമ്മുടെ ആധാർ കൊടുത്തതോ അല്ലെങ്കിൽ നമ്മുടെ പാൻ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇൻകം ടാക്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട്.
അപ്പം നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വിട്ടുപോയാൽ ഇൻകം ടാക്സ് പോർട്ടൽ തന്നെ നമ്മളെ അലേർട്ട് ചെയ്യും, നിങ്ങൾ ഇന്ന ട്രാൻസാക്ഷൻസ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ആ ചേഞ്ചസ് പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈം ലിമിറ്റ് നമുക്കിപ്പം എക്സ്റ്റൻഷൻ തന്നിരിക്കുന്നത്. അപ്പം ഇൻകം ടാക്സ് ഫോംസിലും ഓൾറെഡി കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയ ഇൻഫർമേഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. ലൈക്ക് ആ ക്യാപിറ്റൽ ഗെയിൻ നമ്മളിപ്പം ജൂലൈ 23 കഴിഞ്ഞിട്ട് 2024 കഴിഞ്ഞിട്ട് വിറ്റ അസറ്റ്, അതിന് മുന്നേ ഉള്ള അസറ്റ് എന്നുള്ള രീതിയിലുള്ള ക്യാപിറ്റൽ ഗെയിനുള്ള പുതിയ അപ്ഡേഷൻസ്, ഇതൊക്കെ പുതിയ ഫോംസിനകത്ത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യൂട്ടിലിറ്റീസ് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ് എക്സ്റ്റൻഷൻ കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. കാരണം നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാനും റിട്ടേൺ ഫയൽ ചെയ്യാനും ഒക്കെ ഉള്ള സമയം കിട്ടുന്നത്. പക്ഷേ അതേസമയം ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇൻകം ടാക്സും നിങ്ങളെ പറ്റിയുള്ള മാക്സിമം ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു പോർട്ടൽ പുതിയ ചേഞ്ചസ് വരുന്നത് നമുക്കിനി പുതിയ പോർട്ടൽ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അതിൽ എന്തൊക്കെയാണെന്ന്. അപ്പോൾ എല്ലാവരും ടൈം ലിമിറ്റ് കൂടുതൽ നീട്ടി കിട്ടിയെന്നുണ്ടെന്നെങ്കിലും നമ്മളുടെ ഡേറ്റാസ് ഈ പറയുന്ന മെയ് മാസത്തിന് ശേഷം ജൂൺ ഒക്കെ ആകുമ്പോഴത്തേന് പോർട്ടൽ ഏകദേശം അപ്ഡേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് എല്ലാം ഡേറ്റാസും ചെക്ക് ചെയ്ത് നിങ്ങൾ പറയുന്ന എല്ലാ ഇൻഫർമേഷൻ പോർട്ടലിൽ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് വെച്ച് നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് മിനിറ്റ് വരെ പോയാൽ ചിലപ്പോൾ റഷ് ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു പോർട്ടൽ അപ്ഡേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഡേറ്റാസ് എല്ലാം ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.